പണ്ടത്തെ പോലൊന്നല്ല. ഇപ്പൊ കണ്ണ് ചിമ്മി തുറക്കുമ്പത്തേക്കും ഒരു വർഷമൊക്കെ പോവുട്ടോ. അപ്പൊ നമ്മളെ നോക്കുട്ടിന്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ട്. അപ്പൊ പതിവ് പോലെ നമ്മൾ കൂടാറുള്ളവർ മാത്രമേ ഉള്ളൂ. ചെറിയൊരു പരിപാടി. ചെറുതാണെങ്കിലും കളർഫുൾ ആയിരുന്നു ട്ടോ. എല്ലാരും കൂടെ കൂടും. അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നമ്മുടെ ഡെക്കറേഷൻ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെയും റംസിയാണ്. സിമ്പിളായിട്ട് കുറച്ച് സംഭവങ്ങൾ മാത്രം വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ഡെക്കറേഷൻ. പിന്നെ കേക്കും നമുക്ക് സ്ഥിരം ചെയ്യുന്ന നമ്മളെ ബേക്കറായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൂനൂസ് കേക്ക്സ് എന്നാട്ടോ ആളുടെ പേര്. അപ്പോൾ ദാ ആൾ നമുക്ക് കേക്കും ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോപ്പേഴ്സൊക്കെ പൊന്നു സ്കൂളിൽ നിന്ന് ഏതോ ഷോപ്പിൽ കണ്ടുവച്ചിട്ട് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ റോഹിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഓൾ ആദ്യം തന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഷോക്ക്, വെറും ഷോക്കാണ് ഈ ലഡു മിഠായി ട്ടോ. കുട്ടികളുടെ വയറ് അത് തിന്നങ്ങട് നിറയുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് വേണം നിർബന്ധമാണ് ട്ടോ. പിന്നെ അവസാനം ഇതാ ക്യാൻഡിൽ റൂഹിയാണ് ട്ടോ ഊതുന്നത്. നുഹക്ക് അപ്പോഴത്തേക്കും ഉറക്കം വന്നിട്ട് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അതാണ് ആൾ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നത്. അവസാനം ഇതാ ആ ഒരു തൊപ്പി അതോള് വെക്കാൻ കൂട്ടാക്കിയില്ല ട്ടോ. ഞാൻ പിന്നെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഓൾക്ക് ഉറക്കം വന്നിട്ടുള്ള നല്ല മൂഡ് ഓഫിലായിരുന്നു ആളുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, കരഞ്ഞതൊന്നുമില്ല ട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, ഞങ്ങളെ റൂഹിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കരഞ്ഞ് പൊളിച്ചിട്ടാണ് കേട്ടോ ഓൾ ആ കേക്കൊന്ന് കട്ട് ചെയ്തത്. കാര്യം അന്നും ഓൾ ഉറക്കം തന്നെ ആയിരുന്നു. ഈ രാത്രി പരിപാടി വെക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം ഇതാണ്. പക്ഷെ എന്താ ചെയ്യുക, സ്കൂൾ ഉള്ള ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയേ പറ്റുള്ളൂ. എല്ലാവർക്കും അപ്പോഴല്ലേ സ്കൂളും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് വരാൻ പറ്റുള്ളൂ. മറ്റേതാകുമ്പോൾ പിന്നെ സ്കൂൾ ലീവൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ രാത്രി ആക്കിയത് കേട്ടോ. പക്ഷെ അത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതാ റൂഹിക്കുട്ടീനും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് റൂഹി എല്ലാവർക്കും കൊടുത്ത്. അതിനിടയിൽ റൂഹി തന്നെയാണ് കേട്ടോ കേക്ക് മാന്തി ആകെ ആക്കിയിട്ടുണ്ടേനു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, സംഭവം സെറ്റായിരുന്നു കേട്ടോ. എനിക്ക് നല്ല സന്തോഷമാണ് ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ഒന്ന് കൂടും, എല്ലാവരും ഒന്ന് കാണാം, കുറച്ച് നേരം നമുക്ക് വർത്തമാനം പറഞ്ഞിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ദാ ഓൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അമ്മായിയും ആദ്യമാണ് കേട്ടോ. റംസിൻ്റെ അജുവിൻ്റെയും കുട്ടിയാണ് ആദി. അപ്പോൾ ഓന് നോട്ടം കേൾക്കുമ്പോഴേക്കാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് നമ്മളെ സെപ്പും സാരുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ദാ നമ്മളെ മിയമോളും ഉമ്മത്താത്തയും ഉണ്ടായിരുന്നു. ഇത് മിയമോളും ഉമ്മത്താത്ത ഒരു മിന്നാട്ടല്ലേ പോയിട്ടുള്ളൂ അല്ലേ. അത് എഡിറ്റിങ്ങിൽ വന്ന ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. പിന്നെ മൂത്തമ്മ ഉണ്ടായിരുന്നു, മൂത്തമ്മ കൊടുത്തു. പിന്നെ സെഫ് കൊടുത്തു. പിന്നെ നമ്മൾ ഇനി ഫുഡിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ അതാ നല്ല ചിക്കൻ കടായും ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങും പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 7 അപ്പ് ഉണ്ടായിരുന്നു.